ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയബഹുമാനപ്പെട്ട വേരൂർ പള്ളിയുടെ വികാരിയച്ച, പ്രിയബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് വികാരിയച്ച, ഈ തിരുക്കർമ്മങ്ങളിൽ നമ്മോട് കൂടിയായിരിക്കുന്ന വിൻസെൻ്റ് ഡി പോൾ ഈ കോൺഫറൻസിൻ്റെ ശക്തിപ്പെടുത്തിയ മുൻ അജപാലകരായ പ്രിയബഹുമാനപ്പെട്ട മാത്യു അച്ച, പ്രിയബഹുമാനപ്പെട്ട തോമസ് അച്ച, പ്രിയമുള്ള വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി അംഗങ്ങളായിട്ടുള്ള സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കോൺഫറൻസ് ആരംഭിച്ചിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി ലോകമെമ്പാടും സുവിശേഷാത്മകമായിട്ട് ജീവിക്കാൻ ക്രൈസ്തവരായ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സൊസൈറ്റി എന്ന നിലയിലാണ് അറിയപ്പെടുകയും അത് അനുഭവിക്കുവാനായിട്ട് സമൂഹത്തിന് കഴിയുന്നത്. ഈശോയുടെ സ്നേഹവും കരുണയുമെല്ലാം സഹജീവികൾക്ക് സമർത്ഥമായി കൊടുക്കാൻ, അതുവഴി ഈശോയെ സ്നേഹിക്കാൻ, സഭയെ സ്നേഹിക്കാനൊക്കെ മനുഷ്യർക്ക് ഇടയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണല്ലോ 25-ാം അധ്യായം അന്ത്യവിധിയെ സംബന്ധിക്കുന്ന പ്രതിപാദ്യത്തിൽ ഈശോ വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. ആരാണ് വലതുവശത്തിരിക്കാൻ പോകുന്നത്? ആർക്കാണ് ഇടതുവശത്തിരിക്കാനുള്ള യോഗ്യത? ഇത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് ഈശോ പറയുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവേ, എപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്? എപ്പോഴാണ്? ഈശോ മനോഹരമായ ദൈവവചനമാണ്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തു കൊടുപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അന്ത്യവിധിയിൽ തൻ്റെ വലതുവശത്ത് നിൽക്കാനായിട്ട് ഉള്ള അവകാശം ആർക്കാണെന്ന് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് സ്നേഹം പ്രാവർത്തികമാക്കി ഈശോയുടെ ശിഷ്യന്മാരായിട്ട് വർത്തിക്കാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ലോകത്തിന് മുമ്പാകെ പ്രകാശിപ്പിക്കേണ്ടതും. 1 യോഹന്നാൻ 3:14 വചനം, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. വളരെ ശക്തമായിട്ടാണ് ഈ വചനം നൽകുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ആരാധനാക്രമോത്സവത്തിൽ ഉയർപ്പുകാലമാണ്. ഉയർപ്പുകാലം മിശിഹായുടെ ഉത്ഥാനത്തിൽ നമുക്കെല്ലാമുള്ള പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം? ഈശോയുടെ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടാണ്. യാക്കോബ് ശ്ലീഹ 2:17 വചനമാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മളെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയുകയും എന്നാൽ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഈശോ ഇക്കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട്, പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിലാണല്ലോ ഏറ്റവും ശക്തമായിട്ട് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ യാതൊരു തെറ്റും ഭൂമിയിൽ ചെയ്ത മനുഷ്യനല്ല.
യഹൂദ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അനുവർത്തിച്ച് പോയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ച അപകടമെന്ന് പറയുന്നത് അത്യാവശ്യത്തിലായിരിക്കുന്നവനെ കണ്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അത്യാവശ്യത്തിൽ ആയിരുന്ന ലാസറിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള ഗൗരവമായ കടമാണ് അവനെ സ്വർഗം നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കിയത്. അപ്പോൾ അത് അത്രമാത്രം ദൈവസന്നിധിയിൽ പ്രധാനമാണെന്ന കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലും ഇത് തന്നെയാണല്ലോ. വൈദികനുണ്ട്, അതുപോലെ ലേവായനുണ്ട്. ഇവരൊക്കെ കടന്നുപോയി. ഒരു സമരിയാക്കാരൻ അവനെ കണ്ടു, മുറിവേറ്റവനെ, അവനെ ശുശ്രൂഷിച്ചു. അപ്പം അവനാണ് അയൽക്കാരനായി ഭവിച്ചത്. ഈശോ അതിൻ്റെ ആ ഒടുവിൽ പറയുന്നുണ്ട്, നീയും അതുപോലെ പോയി ചെയ്യുക. അപ്പം ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു സാക്ഷ്യമാണ്. വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. അതാണ് ഈ അന്ത്യവിധിയിലെല്ലാം വ്യക്തമായിട്ട് കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യത്തിലായിരിക്കുന്നവരെ കാണാനും അവർക്ക് ആവശ്യമായവ നൽകാനുമൊക്കെ നമുക്ക് കഴിയണം എന്നുള്ളത് പ്രധാനമാണ്. ഇതാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളും ഫെഡറിക് ഒസാമും എല്ലാം നമ്മെ പഠിപ്പിച്ചത്. അവരുടെ ശക്തമായ ബോധ്യങ്ങളാണ് ഇന്ന് ലോകമെമ്പാടും എത്രയോ കോൺഫറൻസുകളാണ് ഉണ്ടായിരിക്കുന്നത്. വിൻസെൻ്റ് ഡി പോള് ഏറ്റവും അത്യാവശ്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ മാതൃക അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് ഫെഡറിക് ഒസാനാം വളരെ ശക്തമായിട്ട് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി, അതിലൂടെ ലോകമെമ്പാടും ഈശോയുടെ സ്നേഹവും കരുണയുമെല്ലാം അനേകർക്ക് ദൃശ്യമാകുന്ന വിധത്തിൽ നൽകിയത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി പരിശുദ്ധ പിതാവ് വിശുദ്ധനായി പ്രഖ്യാപിച്ച വ്യക്തിയാണല്ലോ വിശുദ്ധ പിയർ ജോർജോ പ്രസാത്തി. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്താണ് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കാരണമായിരുന്നത്? അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ച അവർ നൽകുന്നൊരു സാക്ഷ്യമാണ്. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടക്കുകയാണ്. ഒട്ടനവധി മനുഷ്യർ ഈ സംസ്കാര കർമ്മങ്ങളിൽ വന്ന് പങ്കെടുക്കുകയാണ്. ആരും അറിയാത്ത ഒട്ടനവധി മനുഷ്യർ. ഇത് മഹാഭൂരിപക്ഷവും രോഗികളും അടക്കാൻ മേലാത്തവരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരുമൊക്കെ ആയിട്ടുള്ളവർ ഏന്തിയും നീന്തിയും നടന്നുമൊക്കെ വന്ന് ഈ സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഇതിൽ ഇവരെല്ലാം വരാനുള്ള കാരണം എന്താണ് എന്ന് ലോകം ചോദിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ്റെ സംസ്കാര കർമ്മത്തിൽ? അന്നേരമാണ് അറിയുന്നത് ഇദ്ദേഹം ഇവർക്കെല്ലാം വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പം അതെല്ലാമാണ് ഈ മനുഷ്യരെ ഇങ്ങോട്ട് ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കാനായിട്ട് കാരണമായിട്ട് ഭവിച്ചതല്ല. അപ്പോൾ ഈ വിശുദ്ധനെ പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോടും പറഞ്ഞ കാര്യം ഇതാണ്. ലോകത്തിന് മുമ്പാകെ ക്രിസ്തീയ സ്നേഹവും അരൂപിയും ശക്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഈ കാലഘട്ടത്തിൽ അതിശക്തമായ വിധത്തിൽ സ്നേഹവും കരുണയും എല്ലാം നൽകി. അതുവഴി അനേകായിരങ്ങളെ, പ്രത്യേകിച്ച് വളരെ വളരെ അത്യാവശ്യത്തായിരുന്നവരെ സഭയുടെ മനസ്സിനോട് ചേർത്ത് കൊണ്ടുവരാനായിട്ട്, അങ്ങനെ ഈശോയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട് ലോകത്തിൽ നമ്മെ എല്ലാം നല്ല മാതൃക നൽകിയ വ്യക്തി എന്നാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലൂടെ നടക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചെല്ലാം കോൺഫറൻസിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. എന്താണ് ഈ കാര്യങ്ങൾ? വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കണം. അതുപോലെ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും അധികം നമ്മളേറ്റവും സഹായിക്കേണ്ട ഒരു മേഖലയാണ് കുട്ടനാട്. അവിടെയുള്ള വളരെ
ദരിദ്രരായിട്ടുള്ള മനുഷ്യർ നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുകയാണ് അവരെല്ലാം. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തുക, അതിന് സഹായമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഉള്ള നന്മ പ്രവർത്തികൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ ദൈവത്തിൻ്റെ സംപ്രീതിയിൽ നമുക്ക് വളരാം. നല്ല മാതൃക പേരൂർ ഇടവക മറ്റെല്ലാവർക്കും നല്ല വെളിച്ചമായിട്ട് ഒരു പ്രചോദനമായിട്ട് നിൽക്കാൻ ഇടയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് വികാരിയച്ഛനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സിസ്റ്റർ മദർ അമ്മയും എല്ലാം ഇതിന് നേതൃത്വം കൊടുക്കുന്നു. നിങ്ങൾ കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് മറ്റെല്ലാവരും വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി നിന്ന് ഒന്നായി ഒരുമിച്ച് നമുക്ക് നന്മ ചെയ്യാം. നന്മ ചെയ്യുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് ഈ നന്മയെ സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നന്മ ചെയ്യുന്നതിൽ. അവിടെ ആരും പക്ഷം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുകളില്ല. അപ്പോൾ നമുക്കെല്ലാം ഈ ഈശോയുടെ സുവിശേഷാത്മകമായ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ സ്നേഹം വർത്തമാനമാക്കാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളുടെ ഉദ്യമങ്ങൾക്കെല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ട് അച്ഛന്മാർ, മാത്യു അച്ഛനും തോമസ് അച്ഛനും, രണ്ട് ശക്തരായ, ശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി. വൈദികരുടെ മെത്രാന്മാരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് കായിക ശക്തിയല്ല, ആത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ ഇടവകയെ ബലപ്പെടുത്തിയ രണ്ട് പുണ്യ അച്ഛന്മാരാണല്ലോ മാത്യു അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛനുമെല്ലാം. അവരുടെ ഈ കാലത്ത് നൽകിയ ശക്തീകരണത്തെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവർ, സന്യസ്തർ, ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിയച്ഛന്, കൊച്ചച്ഛന്, മറ്റാത്മായ സഹോദരങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയെ, മിശിഹായുടെ ഭൗതിക ശരീരമായ സഭയെ ലോകത്തിന് മുമ്പിൽ പ്രകാശഗോപുരമായി നിൽക്കാൻ ഇടയാകുന്ന വിധത്തിൽ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അതിന് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി കാരണമായി ഭവിക്കട്ടെ ഈ ജൂബിലി വർഷത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.